ഹായ്, എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി, അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇത് നമ്മൾ പഴവും റവയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഏത്തപ്പഴം വേണം, അതായത് നേന്ത്രപ്പഴം. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള 2 പഴം എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയോ പഴുത്ത പഴം എടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും ഇതിന്. അപ്പോൾ അത്യാവശ്യം നല്ല ഏത്തപ്പഴം തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ വളരെ ചെറുതായിട്ടാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ നെയ്യ് വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ നേന്ത്രപ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പഴം ഈ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഈ പഴം ഇട്ട് വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. അതിൻ്റെ ടേസ്റ്റൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും, നല്ല ഒരു അടിപൊളി ടേസ്റ്റുമാണ്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ മധുരം വേണ്ടവർക്ക് അതനുസരിച്ച് കൂട്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നമ്മുടെ ഈ പഴത്തിൽ ചേർന്ന് കിട്ടണം. അതുവരെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ പഴമൊക്കെ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതേപോലെ ഉടച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റവയാണ്. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. ഇവിടെ ഒരു 1/4 കപ്പിന് മുകളിലും 1/2 കപ്പിന് താഴെ ആയിട്ടോ അളവിലാണ് നമ്മളിവിടെ റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ റവ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതേപോലെ റവ വറുത്തെടുക്കാൻ നോക്കിയിട്ട് നമ്മളിവിടെ ലോ ഫ്ലെയിമിലാണ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലേവർ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ റവ വേവാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കണം. നമ്മളിവിടെ പശുവിൻ പാൽ ഒരു കപ്പിനടുത്തോളം പശുവിൻ പാലാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി ഈ പാലിൽ കിടന്ന് വേണം നമ്മുടെ ഈ റവ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത്യാവശ്യം ചൂടുള്ള പാൽ തന്നെ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് വേവട്ടെ. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല പോലെ റവയൊക്കെ വെന്ത് അതേപോലെ തന്നെ പാലിൻ്റെ അംശമൊന്നും തീരെ അറിയാൻ പാടില്ല, അതേപോലെ നല്ല ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ ഈ സമയത്ത് നെയ്യ് ആവശ്യമുള്ളവർക്ക് നെയ്യ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചൂട് ജസ്റ്റ് ഒന്ന് ആറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ട് ആറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സഹിക്കാവുന്ന ഒരു ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കുക. അത് നെയ്യ് അധികം ഒഴിക്കാൻ താല്പര്യമില്ലാത്തവർ അധികം ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉണ്ട ഉരുട്ടിയെടുക്കുക. അങ്ങനെ നമ്മളുടെ ബോൾസ് നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ റെഡിയാക്കി എടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കായാലും വളരെയധികം ഇഷ്ടപ്പെടും. പഴമൊന്നും അധികം ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക്